all things in. റോഡിന്റെ എന്താ പറയാനുള്ളത്? ഇത് റോഡാണോ? ഇത് റോഡല്ല. ഞങ്ങളിവിടെ ഈ പഞ്ചായത്ത് വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ ഞങ്ങൾ കുറേ വണ്ടിയുടെ പണി തീരുന്ന സമയമില്ല. ഈ വഴിയിൽ 2 ആക്സിഡന്റ് നടന്നാണ്. ഞങ്ങൾ ഇവിടെ വീടുന്ന ആൾക്കാർ ഓടി വന്ന് പിക്കപ്പിൻ്റെ ഫ്രണ്ട് ടയറൊക്കെ പൊങ്ങിപ്പോയിട്ട് ബമ്പറെ കയറി മുകളിലൊരു വണ്ടി മറിഞ്ഞതാണ്. ഇത് റോഡ് ഇത് വർഷങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. ഒരു രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. ആക്സിഡന്റ് അപകടങ്ങൾ ഇവിടെ മിക്കപ്പോഴും ഉണ്ട്. ബൈക്കുകാരൊക്കെ ഇവിടെ വീണിട്ട് രണ്ട് പേര് വന്നിട്ട് ഒരാളെ ഇറക്കി മറിഞ്ഞ് വീണിട്ട് പിന്നെ അവരെ പിടിച്ച് കയറ്റി വിട്ടാൽ പോകുന്നത്. വണ്ടിയൊക്കെ ഓട്ടോയ്ക്ക് ഞങ്ങൾ കൊണ്ടുപോകാം. ബൈക്കൊക്കെ ഞങ്ങൾ മടുത്ത് ഞങ്ങളുടെ റോഡിന് വേണ്ടി 3 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ. ആ റോഡ് ഞങ്ങൾക്ക് നന്നാക്കി തരികയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? പറ. ഇനി ഞങ്ങൾ ആരുടെ അടുത്താണ് പോകേണ്ടത്? എത്ര MLA വന്നു, എത്ര മെമ്പർമാർ വന്നു, അതുകൊണ്ട് അവിടെ ഒരു റോഡ് കാണിച്ചു വെച്ചിരിക്കുന്നതാണ്. അത് എന്തെങ്കിലും പ്രയോജനമുണ്ട്? ആ റോഡ് ഈ റോഡ് കൊണ്ട് വല്ല പ്രയോജനമുണ്ട്? ഒരു വണ്ടിയില്ല, ഒരു വള്ളമില്ല, ഒരു അസുഖം വന്നു, രാത്രിയിൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു പാടാന്നല്ലേ ഇവിടെ. 3 കിലോമീറ്ററേ ഉള്ളൂ. അത് ചെയ്തു തരുന്നുണ്ട്. ആ ഒറ്റമരത്ത് ഒരു റോഡ് പണിത് വെച്ചിരിക്കുന്നു. എന്ത് കാര്യത്തിനാ റോഡ്? അതിന്റെ പകുതി പണിതാൽ മതിയല്ലോ. നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഇതിന് എന്തായാലും ഒരു തീരുമാനം എടുത്താൽ, അല്ല ഞങ്ങൾ സ്ത്രീകളെല്ലാവരും കൂടെ ചേർന്ന് ഒറ്റക്കെട്ടം നിന്നുകൊണ്ടൊരു സമരം നടത്താൻ തന്നെ തീരുമാനിച്ചിരിക്കുക. യാതൊരു സംശയവും. ഈ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ഉണ്ട്. 4.5 ഏക്കർ സ്ഥലം AVTക്കാർ അവരുടെ പട്ടയ ഭൂമി സറണ്ടർ ചെയ്ത് കൊടുത്തതാണ്. ഇതിനു വേണ്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ 1 കോടി രൂപ ഫണ്ട് വെച്ച് അതിന്റെ വർക്ക് തുടങ്ങിയതാണ്. അപ്പോൾ ആ വർക്ക് ഇപ്പം അവതാളത്തിൽ കിടക്കുകയാണ്. ആ ഫണ്ട് എവിടെ പോയി? ആ പൈസ കൊടുത്തിട്ടുണ്ടോ? ബാക്കി പണികൾ ചെയ്യുമോ എന്നുള്ളതിനെ പറ്റി ഈ നാട്ടിൽ യാതൊരു അറിവില്ല. ജനങ്ങൾക്കൊന്നും അറിയത്തുമില്ല. 15 വർഷമായി ഈ ലിങ്ക് റോഡ് പണി തുടങ്ങിയിട്ട്. 15 വർഷമായിട്ട് ഇന്ന് വരെ ഒരു കിലോമീറ്റർ പോലും പണി പൂർത്തീകരിക്കാൻ പറ്റിയിട്ടുമില്ല. സഞ്ചാരയോഗ്യമല്ലാതെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതുകൊണ്ട് ആ റോഡിനും ഒരു ശവമോഷം ഉണ്ടാക്കി തരാൻ ബന്ധപ്പെട്ടവർ ഇടപെടണമെന്ന് മാത്രമേ പറയാനുള്ളൂ. പശുപ്പാറ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഏകദേശം 3 പതിറ്റാണ്ട് കാലമാകുന്നു. അനവധിയായ സമരങ്ങളും നിവേദനങ്ങൾക്കും ഒടുവിൽ 2020 ES ബിജിമോൾ MLA ഈ റോഡിന് വേണ്ടി റീബിൽഡ് കേരളയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് 3 കോടി രൂപ അനുവദിക്കുകയുണ്ടായി. ആ 3 കോടി രൂപ അനുവദിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും റോഡിന്റെ പണികൾ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പശുപ്പാറയിലെ ജനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ പശുപ്പാറ ജനകീയ സമിതി രൂപീകരിക്കുകയും നിരവധിയായ സമരങ്ങൾ ആസൂത്രണം ചെയ്ത സാഹചര്യത്തിൽ ഇതിന്റെ പേപ്പർ ഭാഗങ്ങൾ പൂർത്തീകരിക്കുകയും അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും അതിനുശേഷം പശുപ്പാറയിൽ നടന്ന പരിപാടിയിലുമൊക്കെ ആയിട്ട് ഈ വാഴൂർ സാമൻ MLA കിരിമേടിന്റെ MLA ഇവിടെ വരികയും ഇവിടെ വന്ന് ഉറപ്പ് പറയുകയും ചെയ്ത് റോഡിന്റെ പണി ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം അറിയാൻ സാധിച്ചത് ഇതിന്റെ AS അടക്കമുള്ള പേപ്പറുകൾ ക്യാൻസലായി പോയെന്നും സർക്കാരിന് ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് റീബിൽഡിലുള്ള ഫണ്ടുകൾ മരവിപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പശുപ്പാറ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ EKM LP സ്കൂൾ, കൊച്ചു കുട്ടികൾ പഠിക്കുന്ന സ്കൂള്, അതുപോലെ തന്നെ കാപ്പിപ്പതാൽ ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഉള്ള ഒരു പ്രദേശമാണ് ഈ പശുപ്പാറ എന്ന് പറയുന്നത്. ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ പോലും രോഗി ഹോസ്പിറ്റലിൽ ചെല്ലുന്നതിന് മുമ്പ് മരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വിവാഹം പോലും നടക്കാത്ത സാഹചര്യമാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിന് മുമ്പും ഉണ്ടായിട്ടുള്ളത്. ആയതുകൊണ്ട് ഈ റോഡിന്റെ കാര്യത്തിൽ ഉടനടി ഒരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നല്ല സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടായില്ലെങ്കിൽ ഈ പശുപ്പാറയിൽ നിലവിലൊരു ജനകീയ സമിതി ഉണ്ട്. ആ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ശക്തമായ സമര പരിപാടികൾ, റോഡ് ഉപരോധവും അതുപോലെ തന്നെ ഉപവാസം അടക്കം കഴിഞ്ഞ ഒക്ടോബർ മാസം 2-ാം തീയതി ഈ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഈ പശുപ്പാറയിൽ വെച്ചുകൊണ്ട് ഈ നാട്ടിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഉപവാസ സമരം വരെ ഈ റോഡിന് വേണ്ടി നടത്തുകയുണ്ടായി. ഈ പശുപ്പാറ കത്തോലിക്ക പള്ളിയിൽ അച്ഛൻ എന്റെ നേതൃത്വത്തിൽ ഈ പശുപ്പാറ കവല മുതൽ കാട്ടാടിക്കവല വരെ റോഡിൽ കൂടി നടന്നുകൊണ്ട് പ്രാർത്ഥനാ യജ്ഞം നടത്തുകയുണ്ടായി. അങ്ങനെ ഈ റോഡിന് വേണ്ടി പ്രാർത്ഥനകളായിട്ടും സമരങ്ങളായിട്ടും നിരവധിയായിട്ടും കഴിഞ്ഞ 3 പതിറ്റാണ്ടായിട്ട് നടന്നിട്ടും ഈ റോഡിന്റെ കാര്യത്തിൽ യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല. ഇവിടെ ഒരു ക്ലബിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ട് ഏതാണ്ട് 27 വർഷമായി. 27 വർഷത്തിന്റെ അകത്ത് ഏതാണ്ട് 20 വർഷമായിട്ട് ഞങ്ങൾ റോഡിന്റെ സമരത്തിൽ 20 വർഷമായിട്ട് ഈ റോഡ് ശരിയാക്കിയിട്ട് തരണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സമര പരിപാടിയാണ്. ഇത് എസ്റ്റേറ്റുകാരുടെ ഇരുന്ന സമയത്ത് അവർ മെയിൻ്റെനൻസ് എല്ലാ വർഷവും ചെയ്യുമായിരുന്നു, അത് നന്നായിട്ട് പോകുമായിരുന്നു. അതിനുശേഷം പഞ്ചായത്തുകാർ ഏറ്റെടുത്ത് ഗവൺമെന്റ് വിട്ടുകൊടുത്തതിന് ശേഷം മാത്രമാണ് ഈ റോഡിന്റെ അവസ്ഥ ഇത്രയും മോശമായത്. ഒരു 3 വർഷം മുമ്പ് 4 വർഷമായി അല്ലേ, 4 വർഷമായിട്ട് 3 കോടി രൂപ ഫണ്ട് അനുവദിച്ചിട്ട് ഇപ്പം ചെയ്യും നാളെ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഫെബ്രുവരി മാസം ഇതിന്റെ AS ക്യാൻസലായി തീർന്നു, അതിന്റെ കാലാവധി കഴിഞ്ഞു.
ഇതിന്റെ ലെവൽസ് എടുക്കാൻ വന്നത് കഴിഞ്ഞ മാസം. ഓരോ പ്രാവശ്യം ഇതിന്റെ MLA MP ഇവരോട് MLA മറ്റേ ജനപ്രതിനിധി ജില്ലാ പഞ്ചായത്ത് ഇവരോട് ചോദിക്കുമ്പോഴത്തേക്കും അടുത്ത ആഴ്ച ചെയ്യും, 1-ാം തീയതി ചെയ്യും, അടുത്ത മാസം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഈ സമയത്ത് വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഈ റോഡിന്റെ കേസ് ക്യാൻസലായി പോകാനും ഈ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷമാണ് ജനങ്ങൾ ഇത്ര നേരം ഇത്ര സംഘടിപ്പിച്ചിട്ട് ഇനി മുന്നോട്ടുള്ള സമരപരിപാടിക്ക് വേണ്ടി മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങൾ ശക്തമായിട്ട് തീരുമാനിച്ചത്. ഇവിടെ നമ്മുടെ ഈ പശുപ്പാറയിൽ MLA പല പ്രാവശ്യം ഓരോ പരിപാടിക്ക് വരും. ഓരോ പരിപാടിക്ക് വരുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് പെരുവന്താനം, കൊക്കയാറ്, വണ്ടിപ്പെരിയാർ അവിടെയുള്ള വികസനവും അവിടെ കോടികൾ മുടക്കിയ കാര്യമാണ് പശുപ്പാറയിൽ വന്ന് പറയുന്നത്. ഇദ്ദേഹം വരുന്ന വഴി അത്ര മോശമായിട്ട് പോലും ഇവിടെ വന്ന് അത്രയും അദ്ദേഹം പറയുന്നത് ഞങ്ങളെ വെറും ഒരു മണ്ടന്മാരാക്കിയിട്ടാണ് നമ്മുടെ MLA ബന്ധപ്പെട്ട അധികാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഇപ്പൊ നമ്മുടെ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ ഒരു വാർഡ് മെമ്പർക്കോ ഒരു ബ്ലോക്ക് മെമ്പർക്കോ അങ്ങനെ ഉള്ള ഒരു ഫണ്ട് വിനിയോഗിച്ച് നമ്മുടെ റോഡ് ശരിയാക്കാൻ പറ്റില്ല. ഒന്നുകിൽ MPയോ അല്ലെങ്കിൽ MLAയോ ജില്ലാ പഞ്ചായത്ത് വിചാരിച്ച് മാത്രമേ നമ്മുടെ ഈ റോഡ് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അടുത്തൊരു പ്രതീക്ഷ MP ആണ്. MP ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പശുപ്പാറ ഒരു ഭാഗത്ത് 3 കോടി രൂപ അനുവദിച്ചു. ഇനി ഇതിന്റെ ഫണ്ടിന് വേണ്ടി ഇതിന്റെ റോഡിന്റെ കാര്യത്തിന് വേണ്ടി MP ഫണ്ട് അനുവദിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ കാര്യം ഇപ്പോൾ ഈ AS ഇനിയിപ്പോൾ ഉടനെ സാങ്ഷൻ ആയിട്ട് ഇനി ഉടനെ ഈ റോഡ് പണി ആരംഭിക്കുന്നുള്ള ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷയില്ല. അപ്പോൾ അതുകൊണ്ട് MP ഉടനെ ഈ ഫണ്ട് അനുവദിച്ച് ഞങ്ങൾക്ക് ഗതാഗത സൗകര്യം എത്രയും വേഗം, അതേപോലെ ഈ നേരത്തെ കുഞ്ഞുങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ മുബാറക്ക് എന്ന് പറയുന്ന ബസ് മാത്രമാണ് മനസ്സോടെ ഈ പശുപ്പാറയ്ക്ക് വരുന്നത്. ബാക്കിയുള്ള ബസ്സുകളൊക്കെ മുബാറക്ക് വരുന്നതുകൊണ്ട് മാത്രമാണ് കയറി വരുന്നത്. അവർ ഏത് സമയം നിർത്തും. ബസ്സുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ വഴി കൂടെ വരുമ്പോൾ അവർക്ക് ഒട്ടും മുതലാകത്തില്ല. ബാക്കിയുള്ള ബസ്സുകാർ വന്നില്ല എങ്കിൽ 150 രൂപ മുടക്കി താഴെ ചെന്ന് നിന്നിട്ട് വേണം അടുത്ത സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട്. 13 കിലോമീറ്റർ ഏലപ്പാറ, 13 കിലോമീറ്റർ ഉപ്പാറ, അവിടെ ചെന്ന് മാത്രമേ ബാക്കിയുള്ള സ്ഥലത്തോട്ട് ഞങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. അത്രയും മോശമായിട്ടാണ് ഇങ്ങോട്ടുള്ള വഴിയും. പശുപ്പാറ 7-ാം നമ്പർ ഭാഗത്തുള്ള വഴി മോശമായിട്ട് കിടക്കുന്നു. കാറ്റാടിക്കാലം പോലെ അങ്ങോട്ട് വഴി, അതായത് പശുപ്പാറ എന്ന് പറയുന്ന നടുക്കാണ്, രണ്ടറ്റത്തും വഴിയില്ല. ആ ഒരു സാഹചര്യം ഈ ബന്ധപ്പെട്ട അധികാരികളും ജനപ്രതികളും എന്തുകൊണ്ട് ഇത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. രാഷ്ട്രീയക്കാർ വരുന്നുണ്ട്, അവർ മാറി മാറി പോകുന്നുണ്ട്. വരുമ്പം അവരോരോ വാഗ്ദാനങ്ങൾ തരുന്നതല്ലാതെ അതൊന്നും പ്രാവർത്തികമാക്കുന്നൊന്നുമില്ല. ഇപ്പോൾ വാഗമൺ എന്ന് പറഞ്ഞൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് കേന്ദ്രമാണ് വാഗമൺ. അപ്പോൾ അങ്ങോട്ട് വന്ന ഏറ്റവും കൂടുതൽ ഗസ്റ്റുകളിൽ ഒരു 70% ആൾക്കാരും യാത്ര ചെയ്യുന്നത് നമ്മുടെ ഇതിലെ കൂടെയൊക്കെയാണ്, ഈ റോഡ് വഴിയാണ്. പക്ഷെ ഒരു മാറ്റവുമില്ല. വരുന്നവർ ഇപ്പം കൂടുതലും ഇവിടെ ഇപ്പം തന്നെ ഒരു 10-18 റിസോർട്ടോളം ഉണ്ട്. പക്ഷെ ആദ്യം ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർ ഇങ്ങോട്ട് വരത്തില്ല. ഒരു കാരണവശാലും അവർ വരത്തില്ല. അത് ഏറ്റവും കൂടുതൽ ഈ റോഡ് തന്നെ മോശപ്പെട്ട ഒരു അവസ്ഥയല്ല. എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എസ്റ്റേറ്റുകാർ അങ്ങനെ റോഡ് അവർ ഫുൾ അങ്ങനെ റോഡ് ഡെവലപ്പ് ചെയ്യത്തില്ല. എങ്ങനെയാണ് കിടക്കുന്നത് ആ ഒരു അവസരത്തിന് എസ്റ്റേറ്റ് റോഡ് കിടക്കുന്നത്. ഇവിടുത്തെ ലിങ്ക് റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഹൈവേയിലോട്ട് കയറുന്നത്. അതുകൊണ്ട് ലിങ്ക് റോഡ് എന്ന് പറഞ്ഞാൽ ഇതിലെയാണ് നമ്മുടെ ഏലപ്പാറ, കൊച്ചുകരിന്തിരി, അതുപോലെ പശുപ്പാറ, 7-ാം നമ്പർ കൂടിയാണ് വാഗമൺ കയറുന്നത്. ഇത് എന്നാ പറയുക, ഈ അവസ്ഥ ഒരിക്കലും മാറത്തില്ല. കാരണം ഞങ്ങൾ ഇതിന്റെ പുറകെ സമരമായിട്ട് ഒരുപാട് ഇനിയിപ്പം ചെയ്യാൻ പോകുന്ന ഒറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വോട്ടർമാരുണ്ട്. ഈ വോട്ടർമാർ ആരും വോട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഇനി മുമ്പോട്ട് വരുന്ന ഇലക്ഷനുകളിൽ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. ഈ ജനങ്ങളില്ലെങ്കിൽ രാഷ്ട്രീയമില്ല. രാഷ്ട്രീയമല്ലല്ലോ ജനങ്ങളെ ഉണ്ടാക്കിയത്. ഒരിക്കലും ഈ രാഷ്ട്രീയം പിടിച്ചുകൊണ്ട് ഇനി ജനങ്ങൾ പുറകിന് പോകുന്നില്ല. രാഷ്ട്രീയക്കാർ വരട്ടെ, നമ്മുടെ പുറകിന് വരട്ടെ. നമ്മുടെ വോട്ട് കൊണ്ടാണ് ഇവരൊക്കെ കയറി ജയിക്കുന്നതും അവര് വലിയ വലിയ ആൾക്കാരായിട്ട് ഇരിക്കുന്നതും. അതുകൊണ്ട് ഈ ജനങ്ങൾക്ക് വേണ്ടി ഇവരാരും ഒന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മളാരും വോട്ട് ചെയ്യുന്നില്ല. ലിങ്ക് റോഡിന് 80 ലക്ഷം രൂപ അനുവദിച്ചതാണ്. അത് ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇതിപ്പോൾ സംഭവിക്കാൻ വന്ന ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ഇവർ വരും, വന്നിട്ട് ഒരു അളവുണ്ട്. ഈ ഇടയ്ക്ക് വന്നൊരു അളവ് കഴിഞ്ഞിട്ട് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് വരിക, അളക്കുക, ചോദിക്കുമ്പോൾ പറയുന്നത് ഉടനെ പണി തുടങ്ങും. ഇതേപോലെ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇലക്ഷൻ വന്നില്ല. നമുക്ക് ഈ രാഷ്ട്രീയത്തെ കുറിച്ച് കൂടുതലൊന്നും അറിയത്തില്ല. നമ്മളിവർ പറയുന്ന ഡേറ്റിൽ പോയി നമ്മൾ ഇലക്ഷൻ വന്നു, നമ്മൾ പോയി വോട്ട് കുത്തുന്നു. ഇവർ വലിയ ആൾക്കാരാവുന്നു. നമ്മളിതൊന്നും അറിയുന്നില്ല. നമുക്ക് വേണ്ടി ഇവരൊന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അതേപോലെ ഞാൻ താമസിക്കുന്ന പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് എസ്റ്റേറ്റ് ഒരു ബൗണ്ടറി ആയിട്ടാണ് ഞാൻ താമസിക്കുന്നത്. ജനിച്ച അന്ന് പോലെ കാണുന്ന റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. റോഡ് കണ്ടു കഴിഞ്ഞാൽ റോഡ് നമുക്ക് എഴുതി പൂരിപ്പിക്കാൻ പറ്റത്തില്ല. അമ്മാരി വഴിയാണത്. കാരണം റോഡിന് നടുക്കൂടെ ഒരു 3-4 കാനയും, കാരണം നമുക്ക് വണ്ടിയുണ്ട്. മാസത്തിൽ എന്തായാലും കുറഞ്ഞൊരു 15,000 രൂപ നമുക്ക് ചിലവുണ്ട്. വണ്ടിപ്പണിയുണ്ട്. നമ്മൾ ബൊലോറയും ബൈക്കാണെങ്കിൽ പോലും നമ്മളൊരു ബൈക്ക് മേടിച്ചു കഴിഞ്ഞാൽ ആ ബൈക്കിന് സ്ഥിരം പണിയാവും. അമ്മാരി വഴിയാണ് ഇവിടെ. കാരണം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. നമ്മളൊരു മെമ്പർ ഞാനിപ്പോൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഞ്ചായത്ത്, നമുക്ക് ആകെ അറിയാവുന്ന ഇവിടുത്തെ പഞ്ചായത്ത് ഇലക്ഷനാണ്. പഞ്ചായത്ത് ഇലക്ഷൻ ഒരു മെമ്പർ വരും, ഇവർ വോട്ട് ചോദിക്കുമ്പോൾ ഇവർ പറയുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ വന്ന് വോട്ട് ചോദിച്ച കാര്യമാണ്. എന്നെ പോലെ തന്നെ എല്ലായിടത്തും പോയി പറയുന്ന കാര്യങ്ങളാണ്. റോഡ്, വെള്ളം, നിങ്ങൾക്ക് വൈദ്യുതി, ഇതെല്ലാം ഞങ്ങൾ ഓഫർ ചെയ്യുക. വോട്ട് ചെയ്യുന്നതിന് ശേഷം ഇവരൊന്നും കാണുന്നില്ല. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കാണുന്നില്ല. ഒരു മെമ്പറിനെ കണ്ടിട്ട് ഇപ്പം മാസങ്ങളായി. അവർ വരുന്ന ആകെ ഒരു മരണം വന്നു കഴിഞ്ഞാൽ അവർ വന്ന് തല കാണിക്കുന്നതല്ലാതെ പിന്നെ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവരുടെ ചുറ്റുവട്ടത്തുള്ള റോഡുകൾ ഇവർ ചെയ്യുന്നുണ്ട്. കാരണം തെളിവ് സഹിതം നമ്മൾ കാണിച്ചു തരാം. ഇവരുടെ വീടിന്റെ പരിസരത്തുള്ള റോഡെല്ലാം നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇവിടെ എല്ലാം സാധാരണക്കാരിൽ ഏറ്റവും സാധാരണക്കാരിലുള്ള ആൾക്കാരാണ് കിടക്കുന്നത്.
കാരണം എല്ലാ കൂലിപ്പണിക്കാരും 500 ശമ്പളവും ചിലപ്പോൾ പണിയില്ലാത്ത അവസ്ഥയുണ്ട്. അതേപോലെ ഈ ബസ്സിന്റെ കാര്യം പറയുവാണെങ്കിൽ വഴിയിൽ പകുതി വഴി കൊണ്ട് ഇറക്കി വിട്ട സാഹചര്യങ്ങളുണ്ട്. കാരണം റോഡ് മോശം, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. അവർ ഇത്ര 20-30 ലക്ഷം രൂപ വണ്ടി മേടിച്ചിട്ടുണ്ട്, അവർക്കൊരു മാസത്തിൽ ഇത്ര നഷ്ടം വന്നു കഴിയുമ്പോൾ അവർ കൊണ്ടുവരത്തില്ല. ഏലപ്പാറയിൽ നിന്ന് 10-40 രൂപ ടിക്കറ്റിലാണ് ഓരോ മനുഷ്യരിവിടെ വരുന്നത്. അവരെ പകുതി വഴി കൊണ്ട് ഇറക്കി വിടുക. ഇതാ അവസ്ഥ. എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും വർഷമായിട്ട് ഒരു മാറ്റമില്ല. ഇതൊന്നും മാറണം, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതുവരെ നമ്മൾ മിണ്ടായിരുന്നു, ഇനി അങ്ങനെ ആവത്തില്ല മുമ്പോട്ട്. ഇപ്പം നമ്മൾ രാഷ്ട്രീയ ഭേദമന്യേ നമ്മൾ ഇറങ്ങിത്തിരിക്കുക. നമ്മൾ വോട്ട് ചെയ്യുന്നില്ല, ആർക്കും നമ്മൾ വോട്ട് ചെയ്യത്തില്ല. പശുപ്പാറയിൽ ജനിച്ച് വളർന്ന മനുഷ്യനാണ്. 65 വയസ്സുണ്ട് എനിക്ക്. പശുപ്പാറ എസ്റ്റേറ്റിൽ AVT കമ്പനിയുടെ റോഡായിരുന്നു അന്ന് ഇവിടെ ഉണ്ടായിരുന്നത്. AVT കമ്പനിയുടെ റോഡ് സർക്കാർ ഏറ്റെടുത്തിട്ട് ഇന്നിപ്പോൾ ഏതാണ്ട് 10-20 വർഷത്തോളം ആയിട്ടുണ്ട്. 15 വർഷം തീരായിട്ടുണ്ട്. അതിനു മുമ്പ് ഈ റോഡ് നല്ല ഭംഗിയായിട്ട് വർഷാവർഷം മെയിൻ്റനൻസ് പണികൾ ചെയ്തുകൊണ്ടിരുന്നതാണ്. സർക്കാർ ഏറ്റെടുത്തതിന് ശേഷം മാത്രമാണ് ഈ റോഡ് ഈ ദുരിതബാധിത എന്ന് പറയാവുന്ന രീതിയിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ നടക്കാനോ എടുക്കാനോ വയ്യാത്തൊരവസ്ഥ, ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോകാനോ ഒരു ഹോസ്പിറ്റലിൽ പോകാനോ വയ്യാത്തൊരവസ്ഥകൾ ഒത്തിരിയുണ്ട്. കാരണം ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്നെത്തണമെങ്കിൽ ഈ കിലോമീറ്ററുകളോളം വേറെ വഴിക്ക് ഒന്നെങ്കിൽ ഉപ്പാറ ചുറ്റി ഉപ്പാറയ്ക്ക് പോകണമെങ്കിലും ഏലപ്പാറയ്ക്ക് പോകണമെങ്കിലും ഈ 4 കിലോമീറ്റർ റോഡ് വളരെ ദയനീയമായിട്ട് കിടക്കുന്നതാണ്. സ്കൂൾ കുട്ടികൾ സ്കൂളിൽ പോകാനോ അതുപോലെ തന്നെ അവർ ഹോസ്പിറ്റലിൽ പോകാനോ ഒന്നും വയ്യാത്തൊരവസ്ഥ ഈ നാട്ടിലുണ്ട്. ഈ നാടിന് തീരാ ശാപമായിട്ട് കിടക്കുകയാണ് ഈ റോഡ്. പശുപ്പാറ തൊട്ട് ലക്ഷബീട് ചീന്തലാർ റോഡ് വളരെ മോശം രീതിയിലാണ്. ഓരോ ദിവസവും അത് ഒരു വണ്ടിയോ ഒരു ജീപ്പോ ഒന്നും ഇതുവഴി വരാൻ പറ്റാത്ത സാഹചര്യമാണ്. നമ്മൾ ഈ റോഡ് തന്നെ കണ്ടാൽ മതി, ഇതൊന്ന് നോക്കിയാൽ മതി. അവിടെ ഒരു വളമുണ്ട്, ഒരു ടേണിംഗ് ഉണ്ട്. അവിടെ ഒരു സൈക്കിൾ പോലും തിരിയാൻ പറ്റാത്ത രീതിയിലാണ് അവർ പണിത് വെച്ചിരിക്കുന്നത്. നമുക്ക് റോഡ് അത്രയ്ക്കും വളരെ മോശമായ ഒരു ഇതിലാണ്. ഒരു സ്കൂൾ കുട്ടികളോ വേറെ ഒരു വണ്ടികളോ ഒന്നും വരാത്തൊരവസ്ഥയാണ്. ഇവിടെ സർക്കാരിൻ്റെ അടുത്തും ജനപ്രതിനിധികളുടെ അടുത്തും ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. അവരൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരുന്നില്ല. ഞാൻ ജനിച്ചപ്പം തൊട്ട്, ഇത്ര വർഷമായിട്ട് ജനിച്ചപ്പം തൊട്ട് ഈ റോഡ് ഇങ്ങനെ തന്നെയാണ്. വാഗമണിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹര ഗ്രാമമാണ് പശുപ്പാറ. ടൂറിസത്തിന് അനന്ത സാധ്യതകളുള്ള പ്രദേശം. പക്ഷേ ഈ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഗതാഗത യോഗ്യമായ റോഡ് വേണം. ഇനി വാഗ്ദാനങ്ങളല്ല, റോഡ് നിർമ്മാണം നടക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. തിരികെ വാർത്തയിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ UDFന്റെ പരാജയത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിമർശിച്ച KPCC ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളോട് രമ്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായി. MP പ്രധാന നേതാക്കൾ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത സ്ഥിതിയുണ്ടായി. ഉപതെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ട് റിപ്പോർട്ട് രമ്യ ഹരിദാസിനെതിരെ കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്യുന്നില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിലെ UDFന്റെ പരാജയത്തിൽ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ വിമർശിച്ച KPCC ഉപസമിതിയുടെ അന്വേഷണ റിപ്പോർട്ട്. മുതിർന്ന നേതാക്കളുടെ രമ്യയുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റമുണ്ടായി. MP പ്രധാന നേതാക്കൾ ഫോണിൽ വിളിച്ചാൽ പോലും കിട്ടാത്ത സ്ഥിതിയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടാണിപ്പോൾ റിപ്പോർട്ട് വലിയ നടപടിക്ക് മുതിരാത്തതെന്നാണ് മനസ്സിലാക്കുന്നത്. പട്ടാമ്പി ടൗൺ പാർക്ക് നിർമ്മാണം 1ാം ഘട്ടം നവംബറിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യം. കനത്ത മഴയിൽ പുഴവെള്ളം കയറിയതോടുകൂടിയാണ് പ്രവൃത്തികൾ അവതാളത്തിലായത്. മഴയ്ക്ക് ശേഷം 2ാം ഘട്ട പ്രവൃത്തികളും ആരംഭിക്കും. നമ്പ്രം റോഡിൽ നിന്ന് ഗുരുവായൂർ ക്ഷേത്രം വരെ പുഴയോട് ചേർന്നുള്ള 75 സെന്റ് സ്ഥലത്താണ് പാർക്ക് നിർമ്മാണം. പാലക്കാട് തിരുവേഗപ്പുറ മുതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപണം. പൈലിംഗ് കാര്യക്ഷമമല്ലെന്നും പാരിസ്ഥിതിക ആഘാത പഠനം നടത്തിയില്ലെന്നുമാണ് ആരോപണമുയരുന്നത്. റെഗുലേറ്ററിന്റെ ഉയരം കൂട്ടണമെന്നും ആവശ്യമുയരുന്നുണ്ട്. 65 കോടി രൂപയാണ് പദ്ധതിക്ക് ചെലവിട്ടത്. ഇപ്പോൾ തൂതപ്പുഴ നിറഞ്ഞാൽ റെഗുലേറ്ററും പാലവും മുങ്ങുന്ന അവസ്ഥയാണെന്നും വീടുകളിലേക്ക് അടക്കം വെള്ളം കയറുന്നുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു. പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ട് തിരുവേഗപ്പുറയിൽ തൂതപ്പുഴ കുറുകിയാണ്
മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് പദ്ധതി ആവിഷ്കരിച്ചത്. ഇപ്പോൾ ഏകദേശം 90% പണി പൂർത്തിയായിട്ടുമുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 65 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് റെഗുലേറ്ററും ബ്രിഡ്ജും നിർമ്മിച്ചത്. എന്നാൽ കഴിഞ്ഞ കാലവർഷത്തിൽ തൂതപ്പുഴയിൽ വെള്ളം ഉയരുകയും അതിനെ തുടർന്ന് റെഗുലേറ്ററിന്റെ ബ്രിഡ്ജ് വെള്ളത്തിൽ മുങ്ങുകയും ചെയ്തു. ഇതോടെയാണ് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ആരോപിച്ച് സമീപവാസികൾ രംഗത്തെത്തിയത്. പാലത്തിന്റെ മീതെ ഷട്ടർ പോലും പരമാവധി പൊന്തിച്ച് വെച്ച ഈ ഷട്ടർ അത് പകുതി പോലും മൂടിപ്പോകുന്ന അവസ്ഥയിൽ, വളരെ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലാണ് ഈ പാലം ഇവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ 2022 തന്നെ ഇതിൽ പരാതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മുഖ്യമന്ത്രി, അതേപോലെ കിഴക്കിലേക്ക്, കളക്ടർക്ക്, അങ്ങനെ നിരവധി ആളുകൾക്ക് പരാതികൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ പാലം ഉയർത്തണം എന്നുള്ള ആവശ്യമായിരുന്നു. അന്നൊന്നും അതിന് വേണ്ടിയിട്ട് താൽക്കാലികമായിട്ട് ഈ പണി സ്റ്റോപ്പ് ചെയ്യണം, എന്നിട്ട് ഈ പാലം ഉയർത്തണം. ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരവസ്ഥയാണ്. ഇവിടെ പാരിസ്ഥിതിക പഠനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നുള്ളവിടുത്തെ പ്രദേശവാസികളെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത് ഞങ്ങളുടെ ആവശ്യം അന്ന് പരിഗണിച്ചില്ല. അങ്ങനെ ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിൽ ഇപ്പോൾ അത് പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല, വെള്ളം ഉയർന്നപ്പോൾ ബ്രിഡ്ജിന്റെ തടസ്സം കാരണം സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറുന്ന അവസ്ഥയുണ്ടായി. ബ്രിഡ്ജിന്റെ നിർമ്മാണ തുടക്കത്തിൽ തന്നെ പാരിസ്ഥിതിക പഠനം നടത്തണമെന്നും അശാസ്ത്രീയത ആരോപിച്ചും നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. എന്നാൽ അധികൃതർ നാട്ടുകാരുടെ പരാതി അവഗണിക്കുകയാണെന്നാണ് ആരോപണം ഉയർന്നത്. തൂതപ്പുഴയിൽ വെള്ളം ഉയരുമ്പോൾ ബ്രിഡ്ജിന്റെ തടസ്സം കാരണം സമീപത്ത് വെള്ളപ്പൊക്കം അനുഭവപ്പെടുന്നതിനാൽ പ്രദേശ ജനങ്ങൾ ഭീതിയിലാണ്. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററിന്റെ ഉയരം കുറച്ചുകൂടി കൂട്ടണമെന്നാണ് ആവശ്യം ഉയരുന്നത്. പട്ടാമ്പിയിൽ നിന്നും വിഷ്ണു എം, ന്യൂസ് 18. ഇടുക്കി തോപ്രാംകുടി മാർക്കറ്റിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ പ്രതിഷേധം ശക്തം. പൊതു ശൌചാലയം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന മാർക്കറ്റ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി ചീഞ്ഞു നാറുകയാണ്. ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ പ്രധാന ടൗണായ തോപ്രാംകുടിയിൽ പല സ്ഥാപനങ്ങളും പ്രവർത്തിച്ചിരുന്ന പൊതുമാർക്കറ്റിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയാണിത്. കൺസ്യൂമർ ഫെഡിന്റെ നന്മ സ്റ്റോർ ഉൾപ്പെടെ പല സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. കൂടാതെ ടൗണിലെ ഏക പൊതു ശൌചാലയവും സ്ഥിതി ചെയ്യുന്നത് ഈ മാർക്കറ്റിന് സമീപത്താണ്. എന്നാൽ ഇവിടെ ഇപ്പോൾ സ്ഥാപനങ്ങളൊന്നുമില്ല. മാർക്കറ്റും പരിസരവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞു. ടൗണിലെ മുഴുവൻ മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നത് തോപ്രാംകുടിയുടെ ഹൃദയഭാഗത്ത് തന്നെയുള്ള ഈ മാർക്കറ്റിലാണ്. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണം ഒരു തികഞ്ഞ പരാജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വീടുകളിൽ നിന്നും ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവർ ശേഖരിക്കുന്നുണ്ടെങ്കിലും മുരിക്കാശ്ശേരി മാർക്കറ്റിലും മുരിക്കാശ്ശേരി ടൗൺ ഹാളിലും ഇപ്പോൾ ഇവിടെ തോപ്രാംകുടി പൊതു മാർക്കറ്റിലുമാണ് ഈ മാലിന്യങ്ങളെല്ലാം ഇവർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇത് കാര്യക്ഷമമായി സംസ്കരിക്കുവാനോ അത് വിപണനം ചെയ്യുവാനോ അവർക്ക് സാധിക്കുന്നില്ല. മുൻ പഞ്ചായത്ത് സ്ഥാപിച്ച മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തനരഹിതമായിട്ട് നാളുകളായി. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ മുഴുവൻ ചാക്കിൽ കെട്ടി നിക്ഷേപിക്കാനുള്ള ഇടമായി മാറി മാർക്കറ്റ്. അധികൃതർ തിരിഞ്ഞു നോക്കാതായതോടെ മാർക്കറ്റും പരിസരവും കാട് കയറി നശിച്ചു. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും മാറി. പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളൊന്നും മാർക്കറ്റിലേക്ക് എത്തിയതുമില്ല. പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി പഴയരിക്കണ്ടം വരിക്കമുത്തൻ റോഡ് തകർന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പുനർനിർമ്മിക്കാൻ ഇനിയും നടപടിയായില്ല. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്ത് കാൽനട പോലും സാധ്യമാക്കാത്ത അവസ്ഥയാണ്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടം മൈലപ്പുഴ വരിക്കമുത്തൻ റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുകയാണ്. ജനവാസം ആരംഭിച്ചിട്ട് 7 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും പ്രദേശവാസികൾക്ക് യാത്രായോഗ്യമായ റോഡ് എന്നത് സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ്. നിരവധി തവണ റോഡിന് ഫണ്ട് അനുവദിക്കുന്നതായി ജനപ്രതിനിധികളിൽ നിന്ന് വാഗ്ദാനങ്ങൾ ലഭിച്ചിട്ടും അതൊന്നും ഫലപ്രദമായി നടപ്പിലായില്ല. വാഹനയാത്ര പോയിട്ട് കാൽനടയാത്ര പോലും സാധിക്കാതെ ജനങ്ങൾ കടുത്ത ദുരിതത്തിലാണ്. 10-15 വർഷം മുമ്പ് ഞങ്ങൾ തൊഴിലുറപ്പിൽപ്പെടുത്തി ഈ റോഡൊന്ന് പണിതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ഈ റോഡെല്ലാം പോയി കിടന്നിട്ട് ഒരു മനുഷ്യർ പോലും ഇതിനെ പണിയാനോ അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. പഞ്ചായത്തുകളിൽ ചെന്ന് പറഞ്ഞാലും ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, ഇവിടെയൊന്നും ഈ പണിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ റോഡ് PWD ആണെന്ന് തന്നെയാണ് പറയുന്നത്. ആയിരക്കണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്താണ് ഈ ദുരവസ്ഥ. 100 കണക്കിന് വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം ദുരിതയാത്ര ചെയ്താണ് സ്കൂളുകളിലെത്തുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാത രൂപം കൊള്ളുന്നതിന് മുൻപ് വണ്ണപ്പുറം കഞ്ഞിക്കുഴി ഭാഗത്തേക്കുള്ള ഏക യാത്രാ മാർഗവും ഇതുവഴിയായിരുന്നു. വണ്ണപ്പുറം രാമക്കൽമേട് നിർദ്ദിഷ്ട പാതയായി അടുത്തിടെ പ്രഖ്യാപനമുണ്ടായപ്പോഴും വരിക്കമുത്തൻ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ ഒരു പ്രഖ്യാപനവും ഉണ്ടായില്ല. പഞ്ചായത്ത് ഭരണസമിതിയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അത് PWD റോഡാണ്, അത് അവർ നോക്കിക്കോളും. അപ്പോൾ പഞ്ചായത്തിന് യാതൊരു ഫണ്ടും അനുവദിക്കാൻ കഴിയില്ലെന്ന് പറയും. PWD ചെന്ന് കഴിഞ്ഞപ്പോൾ
ഈ റോഡ് PWDയിലില്ല, പഞ്ചായത്ത് റോഡാണെന്നാണ് പറയുന്നത്. ഞങ്ങൾ ആരുടെ അടുത്താണ് സഹായിക്കേണ്ടത്? ഞങ്ങൾ ആരുടെ അടുത്താണ് ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ടത്? റോഡിന് വരുമ്പോൾ ആളുകൾ പറയും റോഡ് ഒരു 6 മാസത്തിനുള്ളിൽ ഇല്ല, 142 കോടി അനുവദിച്ചിട്ടുണ്ട്, ഈ ഫണ്ട് ഉപയോഗിച്ച് നമുക്ക് റോഡ് ടാറിങ് നടത്താം. ഇല്ല, പല പരിപാടികളും അവർ ആസൂത്രണം ചെയ്യുന്നുണ്ട്. പക്ഷേ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കുകയോ ഈ റോഡിൻ്റെ ആവശ്യമായിട്ട് ഉന്നയിച്ച് ഒരു കാര്യങ്ങൾ നടത്തി തരുകയോ ചെയ്യുന്നില്ല. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒരു നടപടിയും എടുക്കുന്നില്ലെന്നാണ് ആരോപണം. റോഡിനോടുള്ള അവഗണന തുടർന്നാൽ പ്രദേശവാസികൾ ഒത്തുചേർന്ന് വലിയ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി മണിയാറൻകുടിയിൽ റോഡിന്റെ തിട്ട ഇടിഞ്ഞു വീണ് വീട് അപകടാവസ്ഥയിൽ. നിർധനനായ സിറിലും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ. അധികൃതർ ഇടപെട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് ആവശ്യം. നിർധനനായ വാഴത്തോപ്പ് ചെട്ടിമാട്ടിൽ സ്വദേശിയായ സിറിലിന്റെ കുടുംബത്തിന് കത്രീഡൽ പള്ളിയിൽ നിന്നാണ് തല ചായ്ക്കാനൊരു വീട് നിർമ്മിച്ചു നൽകിയത്. സമീപത്തുകൂടി റോഡിന്റെ നിർമ്മാണം വന്നതോടെ വീടും അപകടാവസ്ഥയിലായി. റോഡിന്റെ തിട്ടയിടിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിച്ചു തുടങ്ങി. റോഡ് പണിയുന്നതിനിപ്പുറം തന്നെ ഈ വീട് പണിതാണ്. റോഡ് പണിതപ്പോൾ അവരുടെ ആവശ്യമായ സുരക്ഷ ഒരുക്കി തന്നെ പറഞ്ഞിട്ട് അവർ ചെയ്തു തന്നിട്ടില്ല. ഞങ്ങൾക്ക് പള്ളിക്ക് നിന്നാണ് വീട് വെച്ച് തന്നിരിക്കുന്നത്. റോഡിന് സംരക്ഷണ ഭിത്തി വെച്ച് തരിക. റോഡിലൂടെ ഒഴുകുന്ന വെള്ളം ഓടയില്ലാതെ റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. ചക്കരവേലിപ്പടി മണിയാറൻകുടി റോഡ് വിസ്തൃതി വർദ്ധിപ്പിക്കുന്ന ഘട്ടത്തിൽ വീടിന് സംരക്ഷണം ഒരുക്കാതെയുള്ള നിർമ്മാണമാണ് ഇപ്പോൾ ഭീഷണിയായത്. സമീപത്തെ ഓടയിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളം ദിശ മാറി ഒഴുകുന്നത് വീടിന്റെ അടിത്തറയ്ക്ക് കേടുപാടുകളുണ്ടാക്കി. മുൻപ് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഓട നിർമ്മിച്ചുവെങ്കിലും സ്വകാര്യ വ്യക്തികൾ അവരുടെ സൗകര്യാർത്ഥം റോഡ് കോൺക്രീറ്റ് ചെയ്തെടുത്തു. ഇതേ തുടർന്ന് ഓട നശിക്കുകയും വെള്ളമൊഴുക്കിന്റെ ഗതി മാറുകയും ചെയ്തതാണ് കുടുംബത്തിന് വിനയായത്. റോഡിന്റെ നിർമ്മാണഘട്ടത്തിൽ ദുരന്ത സാധ്യതകൾ ചൂണ്ടിക്കാട്ടിയെങ്കിലും കരാറുകാരനും അധികൃതരും ഇത് പരിഗണിച്ചില്ല. വാഹനാപകടത്തിൽ പരിക്കേറ്റ് സിറിലിന്റെ ഭാര്യ കിടപ്പിലാണ്. അധികൃതർ ഇടപെട്ട് വീടിന് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ട്രെയിൻ യാത്രയ്ക്കിടെ ആൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒരാൾ അറസ്റ്റിൽ. വല്ലപ്പുഴ കുറുവട്ടൂർ സ്വദേശി ഉമ്മറിനെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി. ഷൊർണൂർ നിലമ്പൂർ ട്രെയിനിലെ യാത്രക്കാരനായ 14-കാരനെയാണ് പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചത്. ട്രെയിൻ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴായിരുന്നു സംഭവം. പേടിച്ച കുട്ടി ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോമിലേക്ക് ചാടി. തുടർന്ന് പരാതി നൽകുകയും പോലീസ് ഉമ്മറിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. പട്ടാമ്പി പോക്സോ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഗോൾഡ് റേറ്റ് കൂടി. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6880, പവന് 55,040. 18 ക്യാരറ്റ് ഗ്രാം സ്വർണത്തിന് 5700, പവന് 45,600. വെള്ളി ഗ്രാമിന് 96, കിലോയ്ക്ക് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു. ഇനി ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി. നമസ്കാരം.